കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ഇവിടുത്തെ കെ.വൈ. ടോമി ജില്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നപ്പോൾ അനുവദിച്ച 86 ലക്ഷം രൂപയാണ്. ഈ 86 ലക്ഷം രൂപയിൽ അന്നത്തെ ഭരണസമിതി ഒന്നും ചെയ്തില്ല. അന്ന് LDF ഭരണസമിതി അവർ ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് വന്ന ഞങ്ങൾ 2020 അധികാരത്തിൽ കയറിയ പിന്നെ അതിന്റെ നടപടി എന്താണെന്ന് അന്വേഷിച്ച് നമ്മൾ 2027 പണി ആരംഭിച്ചു. അല്ല എത്ര ലക്ഷം പറഞ്ഞു? 86 ലക്ഷം രൂപ. 88,22,000 രൂപയാണ് ഞങ്ങൾക്ക് അന്നത്തെ 86 ലക്ഷം രൂപ അന്നാന്ന് വെച്ചാൽ അതെന്റെ കുറയുമായിരിക്കും. അപ്പോ ആ പൈസ കിട്ടിയിട്ട് അന്നത്തെ ഭരണസമിതി ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ വന്നതിന് ശേഷം 2022 അതിന്റെ പണി ആരംഭിച്ചു. 2022 അന്ന് നമ്മൾ പണി തുടങ്ങുമ്പോൾ അവർക്ക് ഫസ്റ്റ് ഒരു 2 ഘട്ടമായിട്ട് അവരുടെ പണി ഘട്ടമായിട്ട് പണി നടക്കുമ്പോൾ അവർക്ക് പൈസ തീരുന്നതനുസരിച്ച് പൈസ കൊടുക്കണം. അപ്പൊ 2 ഘട്ടമായിട്ട് നമ്മൾ അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. 3-ാം ഘട്ടം 13 ലക്ഷത്തിന്റെ ഒരു ബില്ല് വന്നപ്പോൾ നമ്മളത് ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ആ സമയത്ത് ഗവൺമെന്റ് ട്രഷറി നിയന്ത്രണം വന്നു. ട്രഷറി നിയന്ത്രണം വന്നപ്പോൾ 5 ലക്ഷത്തിന് മേലുള്ള ബില്ലുകൾ പാസ്സാക്കാതെ പോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ് അതിന്റെ ആ കാലയളവ് മാറി കിട്ടുന്ന വെച്ചാൽ ഈ സമയത്ത് കയറി ഇരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക ഓർഡർ വാംസ് ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൈസ പിടിച്ചിട്ട് പോയി. വാംസ് ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ട് ഫണ്ട് തന്നില്ല. 6 മാസം കഴിഞ്ഞിട്ട് ഫണ്ട് തന്നില്ല. നമ്മൾ തിരുവനന്തപുരം കയറി ഇറങ്ങി നടന്നു അതിന്റെ ആ സമയം അപ്പൊ പറഞ്ഞു 6 മാസം കഴിഞ്ഞിട്ട് കിട്ടുമെന്ന് പറയണം. അപ്പൊ നമുക്ക് പൈസ കൊടുക്കാൻ പറ്റാതായിരുന്ന ആ സമയത്ത് വേറെ ഫണ്ട് നമുക്ക് പഞ്ചായത്ത് ഫണ്ട് വെച്ച് കൊടുക്കാൻ പറ്റില്ല. ആ ഫണ്ട് നിലവിൽ ബില്ല് പോയതിനു ശേഷം പിന്നെ ആ പൈസ നമുക്ക് പഞ്ചായത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിന്റെ പിന്നാലെ നടന്ന് നിരന്തരം നമ്മൾ തിരുവനന്തപുരം ഒരു 3-4 പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കയറി ഇറങ്ങിയതിന് ശേഷം അപ്പോൾ അത് അവര് അതിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു പറഞ്ഞവര് അന്നത്തെ ജോയിന്റ് അക്കൗണ്ടിൽ കിടന്ന 1,13 ലക്ഷം രൂപ അവർ പിടിച്ചിട്ട് പോയി. ഗവൺമെന്റ് പിടിച്ചേക്കാണ്, ഇപ്പോഴും നിലവിൽ ഗവൺമെന്റ് പിടിച്ചേക്കാണ്. നമ്മൾ അവർക്ക് വേണ്ട ഇപ്പൊ 2 ബില്ല് അവർക്ക് കൊടുത്തു കഴിഞ്ഞു. 3-ാമത്തെ ബില്ലാണ് 13 ലക്ഷം രൂപ. അത് കൊടുക്കാനായിട്ട് നമ്മൾ ട്രഷറി കൊടുക്കാൻ. അപ്പോൾ ഈ വാംസ് ക്ലിയറൻസ് എന്ന് പറഞ്ഞ ഫണ്ട് പിടിച്ചുകൊണ്ടതിന് ശേഷം പിന്നെ നമുക്ക് ആ പൈസ കിട്ടാതിരിക്കുകയും ഒപ്പം നമ്മുടെ ജോയിന്റ് അക്കൗണ്ടിൽ കടന്നു കഴിഞ്ഞാൽ 1,13 ലക്ഷം രൂപ ഗവൺമെന്റ് തിരിച്ചു കിട്ടാനാണ് നമുക്ക് കിട്ടിയത് വരെ. അപ്പൊ നമ്മൾ അതിന്റെ പണി ഇങ്ങനെ പെൻഡിങ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ വികസന ഫണ്ടും മറ്റേ തനത് ഫണ്ടിൽ നിന്നും കൂടി ഇപ്പൊ 13 ലക്ഷം രൂപ അവർക്ക് കൊടുത്തേക്കാണ്. ആ പൈസ അവരുടെ കയ്യിൽ കിട്ടിയ പണി തുടങ്ങാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. 13 ലക്ഷം രൂപ. അതെ. 84 കോടിയിലോ 1 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തിട്ടില്ല. അല്ല 84 ലക്ഷം രൂപ 2 പ്രാവശ്യമായിട്ട് പൈസ കൊടുത്തേക്കണേ. 86 ലക്ഷം രൂപയിൽ 2 പ്രാവശ്യമായിട്ട് ബില്ല് മാറിയിട്ടുണ്ട്. 86 ലക്ഷമായിട്ട് പ്രസിഡന്റിന് പോലും ഈ എത്ര രൂപ ഇതിനകത്ത് അനുവദിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് അറിയാൻ പാടില്ല. 86 ലക്ഷം രൂപയിൽ 88,22,000 പറയും ഞങ്ങൾക്ക് തന്ന വിവരാവകാശം ആ പൈസയിൽ നിന്ന് അത്രയും പൈസ കൊടുത്തിട്ടുണ്ട്. ഏതാ അല്ല നമ്മൾ പണി തുടങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. നമ്മള് പൈസ അവർക്ക് പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. 13 ലക്ഷം കൊടുത്തിട്ടുണ്ട്. മാത്രല്ല ഇവിടുത്തെ ഇപ്പൊ ഒക്കെ ഒരു കൈവിരൽ തുമ്പില് നടക്കുന്ന സംഭവമാണ്. ഈ 13 ലക്ഷം നിങ്ങൾ ഒറ്റ ബില്ലായിട്ട് കൊടുത്തതിനാണ് പണിക്കിട്ടില്ല. നിങ്ങൾ പറഞ്ഞില്ലേ ഈ ട്രഷറിയില് 13 ലക്ഷം അന്ന് ട്രഷറി നിയന്ത്രണം ഇല്ലാന്നേ. പിന്നെ നമ്മൾ കൊടുത്തതിന് ശേഷം ഈ ട്രഷറി നിയന്ത്രണം വന്നേ 5 ലക്ഷം കൂടുതൽ പാസ്സാക്കില്ല എന്ന് പറഞ്ഞ ഓർഡർ വന്നേ. ഞങ്ങൾ കൊടുക്കുമില്ല. ഏത് പഞ്ചായത്തിലായാലും ഏത് ഭരണസമിതിയിലായാലും ഒരു പ്രദേശത്ത് വികസന പ്രവർത്തനം നടക്കുമ്പോൾ അതിന് ഫണ്ട് ഇത്ര വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ ബില്ല് പാസ്സാക്കാറ്. ഇതിന് എന്തുകൊണ്ട് അഡ്വാൻസ് കൊടുത്തു കൊടുത്തില്ലല്ലോ. ഇപ്പൊ നിലവിൽ പണി തീർന്നതിനനുസരിച്ചാണ് ബില്ല് കൊടുത്തോണ്ടിരിക്കണേ. പണി തീർത്തോണ്ടിരിക്കണ അതനുസരിച്ചാണ് ബില്ല് കൊടുത്തോണ്ടിരിക്കണേ. ഇപ്പൊ തരാം പറയാം. അദ്ദേഹം പറഞ്ഞു ഓരോ വർക്കിന് മുമ്പ് അവർക്ക് അഡ്വാൻസ് ആയിട്ട് ബില്ല് കൊടുത്തോണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം സംസാരിക്കുന്നത് ആദ്യം പറഞ്ഞാണ് വിശ്വസിക്കുന്നത്. പൊതു അഭിപ്രായം പറഞ്ഞോട്ടെ. പ്രസിഡന്റിനെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല. താങ്കൾ ഒരു പട്ടികജാതി വിഭാഗത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കി. പട്ടികജാതി വിഭാഗത്തിന്റെ ഫണ്ട് എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോ ഒരു സാധാരണ പട്ടികജാതിക്കാരൻ 4 ലക്ഷം രൂപയുടെ വീട് വയ്ക്കുമ്പോൾ കേട്ടിട്ട് പോകുന്നു എന്ന് പറയിപ്പിക്കുന്ന സമൂഹത്തിൽ പറയിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ട്
അങ്ങനെ ആ അതൊക്കെ കൊടുത്ത ബില്ലിന്റെ കണക്ക് ഉപയോഗിക്കുന്നു, നിരുത്തരവാദപരമായി MCF ന് കൊടുത്ത ബില്ലിന്റെ പൈസ കൊടുത്ത് ബില്ല് താങ്കൾ ഒരു പട്ടികജാതിക്കാരനായിട്ട് പോലും MCF ന് പൈസ കൂടുതൽ ആവശ്യം വരുന്ന ഈ ക്രിമിറ്റോറിയം നിർമ്മാണം മനഃപൂർവ്വം അവതാളത്തിലാക്കുന്നു എന്നാണ് ഞാൻ. അത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കണ്ട, അത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. നമുക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് എടുക്കാനും പഞ്ചായത്ത് ഫണ്ട് എടുക്കാനും അതിന്റെ കൊടുക്കലൊക്കെ അതിന് സമീപനമായിട്ട് കൊടുക്കുള്ളൂ. തർക്കത്തിന് നമ്മൾ തർക്കമല്ല ഞാൻ പറഞ്ഞ. ഞങ്ങൾ ഇവിടെ വിവരാവകാശം വെച്ചപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രവർത്തകർക്ക് കിട്ടിയിട്ടുള്ളത് 88,23,000 രൂപയാണ് അതിന്റെ പ്ലാൻ ഫണ്ട്. അതിനകത്ത് 75% പിൻവലിച്ചു കൊണ്ടുപോയെന്നുമാണ്. അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. അതൊന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പൊ പ്രസിഡന്റിന്റെ ഭാഗത്ത് വ്യക്തമായ ഒരു അഭിപ്രായം കിട്ടുന്നില്ല. അല്ല, ഞാൻ അതന്നെ പറഞ്ഞ നമ്മൾ 2 പ്രാവശ്യം ബില്ലെടുത്തു, ബാക്കി പൈസ കംപ്ലീറ്റ് ഗവൺമെന്റ് എത്ര നാൾക്കുള്ളിൽ ഈ പണി പൂർത്തീകരിച്ചു? നമ്മൾ 2024 പണി തീർക്കാന്ന് വെച്ചാൽ തുടങ്ങിയ 2024 പണി തീർക്കാന്ന് വെച്ചാൽ തുടങ്ങിയ 2022 നമ്മൾ ഒന്നിച്ച് തുടങ്ങി വെച്ചത്. ഞാൻ SC ആയതുകൊണ്ട് തന്നെ തുടങ്ങി വെച്ചത്. ഈ എന്ത് LDF ഗവൺമെന്റ് അത് തുടങ്ങാതിന്റെ കാരണം അത് തുടങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ അതന്നെ പറഞ്ഞേ. ചേട്ടൻ SC എന്ന് പറഞ്ഞോണ്ടോ ഞാൻ പറഞ്ഞേ. ഞാൻ SCയുടെ ഇതിൽ നിന്നോണ്ടാണ് ഞാൻ തുടങ്ങി വെച്ചേ. അത് പൂർത്തിയാക്കി 2024 പൂർത്തിയാക്കാൻ തന്നെ തുടങ്ങി വെച്ചേ. പക്ഷെ അത് നമുക്ക് ഫണ്ടിന്റെ നമുക്ക് ആ ഫണ്ട് കിട്ടാതെ പോയപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ സംഭവിച്ചേക്കണേ. പ്രവർത്തികൾ നടക്കുമ്പോഴും ആ പ്രവർത്തനങ്ങളെല്ലാം ഒരു പരിധി വരെ മാറ്റി വെച്ചിട്ട് താങ്കൾ പ്രത്യേക താല്പര്യം. വേറെ കാര്യം, നമ്മൾ ഇതിന് ഫണ്ട് ഇരിക്കാതെ വേറൊരു പദ്ധതി വെച്ചിട്ട് ഫണ്ട് വെക്കാൻ പറ്റില്ല. അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ തടസ്സങ്ങളെല്ലാം ഉണ്ടായപ്പോ താങ്കളുടെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൽ പ്രമേയം വന്നിട്ടുണ്ടോ? ഇല്ല. അതെന്താ പറയാത്തത്? ഏത്? അല്ല, നമുക്ക് ഈ ഞാൻ പറയട്ടെ, നമ്മൾ ഗവൺമെന്റ് കയറി ഇറങ്ങുമ്പോ നമുക്ക് അതൊന്നല്ല അങ്ങനെ പറയരുത്. 6 മാസത്തിനുള്ളിൽ ബില്ല് മാറി തരാന്ന് ക്യൂ ബില്ലിന്റെ സെക്ഷൻ മാറുന്നു പറഞ്ഞിട്ട് അത് മാറാതിരുന്ന സമയത്താണ് ഈ സാമ്പത്തിക നയത്തിന്റെ ബുദ്ധിമുട്ട് കാരണമാണ് മറ്റേ വാം ക്ലിയറൻസ് പറഞ്ഞിട്ട് പൈസ പിടിച്ചിട്ട് പോയവര്. വാംസ് ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഫണ്ട് അതൊന്ന് പരിധി നോക്കിയിട്ട് തയ്യാറാകുന്നുണ്ട്. അങ്ങനെ അവർ നോക്കി കഴിഞ്ഞപ്പോൾ 1,13,00,000 രൂപ ഇപ്പോഴും ഗവൺമെന്റ് പിടിച്ചിട്ട് പോയേക്കണം. നമുക്ക് കിട്ടിയിട്ടില്ല. ആ ജോയിന്റ് അക്കൗണ്ട് കാരണം പൈസ പിടിച്ചിട്ട് പോയേക്കണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അവിടെ നിന്ന് ഫണ്ട് ഉണ്ടാവും. ആ ഫണ്ട് ഗവൺമെന്റ് തന്നാൽ മാത്രമേ പിന്നീട് തരാനുള്ളൂ. അപ്പൊ നമ്മളത് ഈ ഭരണസമിതി പോണേ മുമ്പായിട്ട് പണി തീർക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോ വികസന ഫണ്ടും തനത് ഫണ്ടിൽ നിന്നുമായിട്ട് 13 ലക്ഷം രൂപ കൊടുത്തേക്കണേ. ആ തീരുമാനം ഉണ്ടോ? 2 മാസത്തിനുള്ളിൽ പണി തീർക്കും, പരമാവധി തീർക്കും ഞങ്ങൾ. അങ്ങനെ തന്നെ നമ്മൾ തീരുമാനിച്ചിരിക്കണേ. അത് വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ എത്ര ലക്ഷം അതിപ്പോ എടുക്കാം, ഇപ്പൊ ബില്ലെടുക്കാം. അപ്പൊ മുമ്പ് തീരുമാനിച്ചതും കൂടിയിട്ട് അത് ഈ ഫണ്ടിന് കോപ്റ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ ചെയ്യേണ്ടി വരും. അങ്ങനെ കയറ്റി വെക്കാൻ പറ്റില്ലല്ലോ. റീകൂപ്പ് ചെയ്യേണ്ടി വരും. അല്ല, ജനങ്ങളെ ബോധ്യപ്പെടുത്താന്ന് എങ്ങനെ ഇത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് അല്ല നമ്മളെ പറയാൻ നിങ്ങൾ മനഃപൂർവ്വം വീഴ്ച വരുത്തി. അല്ല, ഇവര് അതിനൊരു സന്നദ്ധത തന്നിട്ടില്ലല്ലോ. ഇവർ ചോദിച്ചിട്ടില്ല. അങ്ങനെ സംഭവം ഇവര് ഒരു പ്രാവശ്യം വെച്ചിട്ട് പോയി എടുത്തിട്ട് പോയി അത് പറഞ്ഞു ഞങ്ങൾ ഇതിന്റെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതല്ലാതെ ഇവരോട് വന്നിട്ട് വിശദീകരിച്ച് ചോദിച്ചിട്ടില്ലോ. വിശദീകരിച്ച് ചോദിക്കാതെ താങ്കൾ വന്ന് ഗുണഭോക്തൃ കമ്മിറ്റിയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ഗുണഭോക്തൃ കമ്മിറ്റി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലേ? എന്തുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കില്ല? നിങ്ങൾ അവിടെ ചോദിക്കണം. നിങ്ങൾ വാർഡ് കമ്മിറ്റിയിൽ ചോദിക്കരുത്. വാർഡ് കഴിഞ്ഞ ഗ്രാമസഭയിൽ വരെ ഈ കാര്യം ചർച്ച ചെയ്തിട്ടില്ല. പ്രസിഡന്റ് പറഞ്ഞ കാര്യം കഴിഞ്ഞ ഗ്രാമസഭയിൽ വരെ ഈ കാര്യം ചർച്ച ചെയ്തിട്ടില്ലോ. ഇങ്ങനെ സംഭവം നിങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ കാര്യങ്ങൾ വ്യക്തം തന്നെയാണ്. എനിക്ക് യാതൊരു സംശയമില്ല. ഒരു ബാധ്യത നമ്മൾ ഏറ്റെടുക്കാൻ പരമാവധി നമ്മൾ പൂർത്തീകരിക്കും. അത്രേ ഉള്ളൂ. തന്നേക്കാണ്, അക്കൗണ്ടിലേക്ക് തന്നേക്കാണ്. സ്പില്ലോറ 2017 ഓരോ വർഷം വരുന്ന പണി മാറ്റി പോകുമ്പോ സ്പില്ലോറായിട്ടാ പോണേ. നമുക്ക് ഇവിടെ ഇവര് ഈ ഫണ്ട് 2017 കിട്ടിയ ഫണ്ട് ഉപയോഗിച്ചെടുക്കാത്തോണ്ട് ഈ ഫണ്ട് നിലവിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. ഇല്ല, ഒരു വക മാറ്റിയിട്ടില്ല. ഗവൺമെന്റ് പിടിച്ചിട്ട് വെക്കണം. അതിന്റെ രേഖകൾ തരാമെന്ന്. നമ്മളിവിടെ വക മാറ്റിയിട്ടില്ല. 1 രൂപ വക മാറ്റിയിട്ടില്ല. ഉണ്ട് എടുത്തരാം. അല്ലാതെ നമ്മൾ 1 രൂപ ഇതിന്ന് മാറ്റി വെക്കാൻ ഈ കൈക്കൂലി ഒന്നും ചെയ്തല്ല. പോകണ്ടല്ല. നമ്മൾ അന്നൊന്നും പ്രോജക്ട് എടുത്തില്ല. 2022 മാർച്ചിലാണ് 2018-19 57,000 രൂപ പിൻവലിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തന്ന വിവരാശ പ്രകാരം. ഞാനിപ്പോ പിൻവലിച്ചിട്ടുണ്ട് മൊത്തം.
2017 അതിന് മുമ്പുള്ള വർഷം ആ ഒരു പൈസ നോക്കില്ല സെപ്റ്റംബർ 20 ഇരിക്കൂ. നമ്മൾ പോസ്റ്റ് പോൾ എന്ന് പറഞ്ഞ ഒരു സർക്കാർ അംഗീകൃത ഏജൻസിയുടെ എഗ്രിമെന്റ് വെച്ചത് തന്നെ 2022-ലാണ്. 22 മാർച്ചിലാണ് എഗ്രിമെന്റ് വെച്ചത്. അതും ഈ പൈസ പിൻവലിച്ചതാണ്. എഗ്രിമെന്റിന് മുമ്പ് പൈസ കൊടുത്തു. അത് ഏത് മാസം ഈ വർഷമാണ്? 2018 ശരിയാക്കാൻ പോകുന്നതായിരിക്കും. അവരായിട്ട് എഗ്രിമെന്റ് വെച്ച് ഞങ്ങൾ വന്നേഷായിട്ടുള്ള എഗ്രിമെന്റ് വെച്ച പണി തുടങ്ങിയത് 2022-ലാണ്. അതിക്ക് മുമ്പ് ഈ അത്രയും കാര്യം ഞങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾ അന്വേഷിക്കാതിരുന്നേ. 2018 $57,000 രൂപ നിങ്ങൾ 57,000 രൂപ നിങ്ങൾ പിൻവലിച്ചിട്ടുണ്ട്. 88,22,000 രൂപ മൊത്തത്തിൽ നിന്ന് നിങ്ങൾ പൈസ പിൻവലിച്ചിട്ടുണ്ട്. നിങ്ങൾ വരുന്നതിന് മുമ്പ് പൈസ കൊടുത്ത ആരാണ്? 2021-22 10,76,000. അതാണ് നമ്മൾ ഫസ്റ്റ് തുടക്കം വെച്ചത്. പണി തുടക്കം ഈ 57,000 രൂപ കൊണ്ടുപോയതാരാ? നോക്കേണ്ടി വരും. ആ. ഉണ്ടാവും, രേഖയുണ്ടോ? 2023-24 ഇതിന് വേണ്ടിയല്ല. പിന്നെ 23 പിന്നെ ഇത് വിവരാവസ്ഥയില്ലാതെ കൊടുക്കേണ്ട കാര്യമില്ല. ഈ 2023 ഒരു പദ്ധതി പ്രകാരം ഒരു ആവശ്യം ഈ 57,000 രൂപ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എടുത്തിരുന്നെങ്കിൽ പിന്നെ ഈ യുവരാജ്പുരം ഞങ്ങൾക്ക് തന്നെ തിരുന്നത്. എന്തിനാണെന്ന് നോക്കാറുണ്ട്. ഇത് ശ്മശാനം എഗ്രിമെന്റ് വെച്ച ശേഷം ചെലവായ കേസാണ് ഞാൻ പറഞ്ഞത്. അതിന് മുമ്പ് ചെലവായ കേസ് അപ്പൊ നോക്കാം. എഗ്രിമെന്റിന് മുമ്പ് അത് ഇവരായിട്ടായിരിക്കും വാങ്ങിയത്. അത് ഇവരായിട്ടുള്ള എഗ്രിമെന്റ് പ്രകാരം കൊടുക്കുന്ന തുകയല്ല. അത് നോക്കാം. അപ്പൊ നിങ്ങൾ വിവരാവകാശത്തിന് മറുപടി കൊടുത്തത് എങ്ങനെ വന്നു? എന്താ ചോദ്യം എന്താണ്? വിവരാവകാശത്തിന്റെ മറുപടി യുവരാജ്പുരത്തിന്റെ മറുപടികൾ ഞങ്ങൾക്ക് അന്നേരം നിങ്ങൾ പിൻവലിച്ചത് കൊടുത്ത തുക, അതുപോലെ തന്നെ അവസാനം കൊടുത്ത തുക ഡേറ്റിലൊന്നുമില്ല. 14,00,000 രൂപ കൊടുത്തത്, അതിന് ഡേറ്റ് ഇല്ല. ഒരു 5 ലക്ഷം, ഒരു 9 ലക്ഷത്തിന്റെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട വിജിലൻസും പട്ടികജാതി കമ്മീഷനും അന്വേഷിക്കണം. 2022 നോക്കാം എങ്ങനെ ചെലവാക്കിയത്. ഗ്രൗണ്ട് ക്ലിയർ ചെയ്യാൻ എന്തെങ്കിലും കൊടുക്കാനായിരിക്കും. ഞങ്ങൾ വന്നതിന് ശേഷം തുടക്കം വെച്ചേക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പ്രസിഡന്റ് പറഞ്ഞു, സാറ് പറഞ്ഞു 86 ലക്ഷം എന്ന് പറഞ്ഞു. ഇപ്പൊ ഇതിന് വിവരാവകാശ പ്രകാരം 88,26,200 രൂപ ഉണ്ടെന്നോ? അപ്പൊ ജില്ലാ പഞ്ചായത്ത് വിഹിതം എന്ന് പറയുന്നതാണ് 56 ലക്ഷം. ബാക്കി 2 ലക്ഷത്തില്ലാത്ത പഞ്ചായത്ത് വെച്ചാണ് പഞ്ചായത്ത് തലമുറ. ടോട്ടൽ കോസ്റ്റ് ആണ് 88,22,000. ഇവിടെ പറഞ്ഞില്ലല്ലോ. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വിഹിതം മാത്രമല്ല പഞ്ചായത്ത് ഫണ്ടും വെച്ചിട്ടുണ്ട്. 86-ൽ 2 ലക്ഷമാണ് പഞ്ചായത്ത് ഫണ്ട് 2 ലക്ഷമാണ്. ഇനി ലാസ്റ്റ് 9 ലക്ഷം 10 ലക്ഷം ഈ എമൗണ്ട് കാണിക്കുന്നത് പഞ്ചായത്ത് തനത് ഫണ്ടിൽ കൊടുത്തിട്ടുണ്ടല്ലേ? അത് അവസാനം ഏറ്റവും അവസാനം 16 ലക്ഷം രൂപ. 25-26-ല് അതിന്റെ തീയതിയില്ല. 25-26-ല് 9 ലക്ഷം രൂപ. അതായത് 13,16,000 രൂപയുടെ ബില്ല് നമുക്ക് ട്രഷറി കൊടുക്കുമ്പോൾ ട്രഷറി നിയന്ത്രണ ബില്ല് പാസ്സായില്ല. മാർച്ച് വരെ 6 മാസം കഴിഞ്ഞിട്ടും ആ ബില്ല് പാസ്സാവാൻ കഴിഞ്ഞപ്പോൾ അത് സർക്കാരിന്റെ നയമനുസരിച്ച് സംയുക്ത അക്കൗണ്ടിലേക്കുള്ള പൈസ പണ്ടേ ചെലവാക്കേണ്ടതായിരുന്നു. അത് എടുത്തുപോയി, തിരിച്ചെടുക്കാം. അതായത് ആ പൈസ ഒന്നും വന്നില്ല. ചെലവാക്കാഞ്ഞിട്ട് പോയിട്ടല്ലേ നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെലവാക്കിയില്ല? ഞങ്ങളുടെ ഫണ്ട് പോവാണെങ്കിൽ പൊട്ടെന്ന് ഒന്ന് ചോദിച്ചോട്ടെ, ഇതുവരെ നമ്മൾ അതിനകത്ത് എത്ര ഫണ്ട് ചെലവഴിച്ചു? ഇതുവരെ ഇപ്പൊ ഈ അവസാനത്തെ ബില്ലടക്കം അല്ല, ഇതിലുണ്ട്. നിങ്ങൾ പറയുന്നത് രാമോദി പുറത്ത് നടത്തുന്ന ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊന്നുമില്ല സാറേ. നേരത്തെ സാറ് പറഞ്ഞു ഫണ്ട് അഡ്വാൻസ് കൊടുത്തു പട്ടികജാതിക്കാരന്റെ വീട് പണി ഞാനിവിടെ വർക്ക് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഫണ്ട് കൊടുക്കും. പ്രസിഡന്റ് പറഞ്ഞ നേരത്തെ അങ്ങനെയല്ല. പ്രസിഡന്റ് കുറച്ച് നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഒരു വീഡിയോ റെക്കോർഡിലുണ്ടത്. പ്രസിഡന്റ് പറഞ്ഞത് ഓരോ വർക്ക് കഴിയുമ്പോൾ അതിന്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് വർക്ക് കഴിഞ്ഞിട്ട് അന്വേഷണം നടത്തി സാധാരണ താഴെ പറഞ്ഞത് അങ്ങനെയല്ല. അത് അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുത്തിരിക്കാന്ന് പറഞ്ഞു. ഇവരെന്താ ചെയ്യണമെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. അന്തിമ ബില്ലല്ല ചോദിച്ചാൽ പിന്നെ അതിന് തൊട്ടുമുമ്പ് ഒരു ബില്ല് ക്യാൻസൽ ചെയ്ത ബില്ല്. 13 ലക്ഷം രൂപ. അത് ക്യാൻസൽ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ 13 ലക്ഷത്തിന്റെ ആണ് നമ്മുടെ ബില്ല് സബ്മിറ്റ് ചെയ്തത്. പക്ഷെ നമ്മൾ അവരുടെ വർക്ക് ബില്ലില് 24 ലക്ഷത്തിന്റെ വന്നു. അപ്പൊ അവർക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷൻ വേണം. എങ്ങനെയാണ് 24 ലക്ഷത്തിന്റെ 13 ലക്ഷം വന്നതെന്നുള്ളതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അവരാ ബില്ല് റിജക്ട് ചെയ്തു. അതുകൊണ്ടാണ് നമ്മളത് ക്യാൻസൽ ചെയ്തിട്ട് പുതിയ ബില്ല് എടുത്തത്. ഓൺ ഫണ്ട് ബില്ല് 5,47,000 അല്ല, അത് ബില്ല് ഇതിലേക്ക് 5,47,000 ആ 13 ലക്ഷത്തിന്റെ ബാക്കിയാണ്. 5,29,000 ആണോ? 5,72,000.
ഇതിനകത്തുണ്ട് ബില്ല് എമൗണ്ട് ഒന്ന് ഞാൻ പറയാം. പറഞ്ഞുതരാം. ഞാൻ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് ഒരു കാര്യം പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്മാർ പറയണ കേട്ട് നിങ്ങൾ ഇതിനകത്ത് പങ്കക്കാരനാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ഇപ്പൊ ഇതിനകത്ത് ഒരു കുഴപ്പമൊന്നും നമ്മൾ ഏറ്റെടുത്താൽ നമ്മൾ ഏറ്റെടുത്തോ. എടുത്തിട്ട് കാര്യമില്ല. ഇത് ജനങ്ങളുടെ പണം ജനങ്ങളുടെ ഫണ്ട് പോയില്ലാന്ന് എനിക്കെല്ലാം ഉറപ്പുണ്ട്. പ്രസിഡന്റ് ആയിട്ട് എടുക്കണതിനാ. അല്ല എനിക്കെല്ലാം ഉറപ്പുണ്ട് പോയില്ല എന്ന്. ഉദ്യോഗസ്ഥരെ എടുത്തോണ്ട് പോകും. നിങ്ങൾ ടീച്ചറെ ഞാൻ അങ്ങോട്ട് വിളിക്കാം, അങ്ങോട്ട് വിളിക്കാം. നമ്മുടെ ആളുകൾ എവിടെ അധികാരത്തിലുണ്ടോ അവരുടെ എല്ലാം പുറകെ നിന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് അക്രഡിറ്റ് ഏജൻസിയാണ്, വേറെ ആരും എടുക്കാനില്ല. അതിന് കുറെ സർക്കാർ നോംസ് വ്യക്തികളായിട്ട് പോലെ വ്യക്തികളല്ല, ഇല്ല അവർക്ക് അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. കാരണം അവര് വ്യക്തികളെ പോലെ ഇല്ലാത്തതുകൊണ്ട് അവരൊരു സർക്കാർ സ്ഥാപനം, സർക്കാർ അംഗീകൃത സ്ഥാപനം. അപ്പൊ അവർക്ക് ഫസ്റ്റ് ബില്ല് 30/3/2022 നൈറ്റ് എന്ന് പറഞ്ഞാൽ സെക്രട്ടറി ആയിരുന്നപ്പോഴവർക്ക് 10,76,873 രൂപയാണ് കൊടുത്തത്. അതിനുശേഷം 12/7/23 ബാക്കി ബില്ല് 76,873. പിന്നെ 12/7/2023 10,90,692 കൊടുത്തു. പിന്നെ മൂന്നാമത്തെ ബില്ലാണ് 2024 ഒക്ടോബറിൽ 13,39,100 ബില്ലിന് ട്രഷറി കൊടുത്തെങ്കിലും അത് ട്രഷറി നിയന്ത്രണം കാരണം 5 ലക്ഷം രൂപയുടെ ബില്ല് പോലും മാറില്ല. ആ സമയത്ത് അത് മാറിയില്ല. അത് വാംസ് ക്ലിയറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ധനകാര്യ വകുപ്പിന്റെ ക്ലിയറൻസ് പോയി. 6 മാസം കഴിഞ്ഞപ്പോഴാണ് അത് തിരിച്ചു തരാമെന്ന് പറഞ്ഞത്. പക്ഷെ അത് തിരിച്ചു തന്നിട്ടില്ല. അതായത് പഞ്ചായത്തിന്റെ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ കിടന്ന കാരണം ഇത് തിരിച്ചു തരാതെ സർക്കാരിന്റെ നയമാണെന്ന് പറഞ്ഞിട്ട് ആ സാധനം മുഴുവൻ തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. ആ തുക നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രസിഡന്റ് 2 പ്രാവശ്യം തിരുവനന്തപുരത്ത് വരാം. പക്ഷെ തിരിച്ചു കിട്ടാൻ ഒരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് ആ തുകയ്ക്ക് പകരം വേറെ പ്രോജക്റ്റുകളിൽ നിന്നൊക്കെ പൈസ എടുത്ത് റിവൈസ് പദ്ധതി ഭേദഗതി ചെയ്ത് 5,82,935 ഒരു തനത് ഫണ്ട് 7,56,192 രൂപ പദ്ധതി വിധോടും ചേർത്ത് ഈ 13,39,000 ബില്ല് തുകയ്ക്ക് തുല്യമായ പ്രോജക്റ്റ് നമ്മൾ റിവൈസ് ചെയ്തു. അതിൽ 5,82,935 രൂപ നമ്മൾ ഓൺ ഫണ്ട് പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് 23/9 ഈ ഏജൻസിക്ക് കൊടുത്തു. പക്ഷെ ബാക്കി പൈസ മുഴുവൻ കിട്ടാതെ ഏജൻസി വർക്ക് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് 7,56,192 രൂപയുടെ ബില്ല് ട്രഷറി കൊടുക്കാൻ നേരത്ത് രേഖകളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് അത് അവസാനം 3 പ്രാവശ്യം ട്രഷറി റിജക്ട് ചെയ്തു. അവസാനം 4ാമത്തെ പ്രാവശ്യം ഇന്നലെയാണ് ആ ഫൈനൽ ബില്ല് ട്രഷറി കൊടുക്കുന്നത്. ഇത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഉണ്ടായില്ല. ഫണ്ടുണ്ട്. ബില്ല് കൊടുക്കണമെങ്കിൽ അവർക്ക് രേഖകൾ കറക്റ്റ് ആവണം. ഏതെങ്കിലും രേഖ ഇവർ അക്രഡിറ്റ് ഏജൻസി ആയതുകൊണ്ട് ഇവർക്ക് ചില അധികാരങ്ങളുണ്ട്. അപ്പൊ അത് അവരുടെ ബില്ല് തിരുത്താനും നമുക്കില്ല. അവർ തരുന്ന ബില്ല് നമ്മൾ വെരിഫൈ ചെയ്ത് ട്രഷറി കൊടുക്കുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ട്രഷറി ഒബ്ജക്ഷൻ പറയും. ആരെ കൊണ്ട് തന്നെ തിരുത്തിക്കും. ക്യാഷ് ആയിട്ട് ഈ ഏജൻസിക്ക് കൊടുത്തിരിക്കുന്നത് 25 ലക്ഷം അല്ല 26 അല്ല 13 ഉൾപ്പെടെ ഇല്ലേ. ഇപ്പൊ ഇന്നലെ കൊടുത്തത് 7,56,000. അത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇന്നോ നാളെ കൊണ്ട് പാസ്സാവും. അപ്പൊ ഞാൻ മൊത്തത്തിലെ എമൗണ്ട് പറയാമോ. 13,39,130, 10,91,694, 10,76,873, അങ്ങനെ 35,07,697 രൂപ കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം GST ഉണ്ട്, ഇൻകം ടാക്സിന്റെ കേസുകളിൽ ഉണ്ട്. അതിന്റെ റിക്കവറീസ് ഒക്കെ കഴിച്ച് ബാക്കിയുള്ളത് അവർക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് 35,07,697 രൂപ 3 വർഷം കൊടുത്തിട്ടുണ്ട്. 35,07,697 രൂപ ഈ 3 വർഷത്തിനുള്ളിൽ നമ്മൾ ഈ ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ട്. 0,7697 7,697 7 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ അവസാനത്തെ ബില്ല് കൂടി പാസ്സായാലാണ് ഇത് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ 7,56,000 കുറവ് വെച്ച് ബാക്കിയുള്ള പൈസ അത് കിട്ടും. അവർക്ക് ഇപ്പം 3 പ്രാവശ്യം ജസ്റ്റ് ആയതുകൊണ്ട് കിട്ടാൻ ശരിയാകാൻ സാധ്യത. അപ്പൊ ഈ ഇത്രയും പൈസയാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളൂ. ഇത്ര പൈസ തരും. പ്രവർത്തനം നിർമ്മാണം നടന്നിരിക്കുന്നത് കെട്ടിടം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം ഇനി പ്ലാന്റ് വെക്കണം. ഏജൻസി ആയതുകൊണ്ട് എഗ്രിമെന്റ് കാലാവധി എത്രയാ? അഗ്രിമെന്റിൽ കാലാവധി ഇല്ല. എഗ്രിമെന്റ് കാലാവധി ഇല്ല. അതാണ് പ്രത്യേകത. അപ്പൊ അതിങ്ങനെ ഓരോ വർഷവും അവിടെ ഗ്യാസിന്റെ സെറ്റപ്പ് എടുക്കണം, ആ മെഷീൻ സെറ്റ് ചെയ്യണം. അതാണ് അവിടുത്തെ നീയുള്ള പ്രോസസ്. അപ്പൊ കറണ്ട് കണക്ഷൻ എടുക്കാൻ നമ്മുടെ ഉദ്ദേശം അതാണ്.
ബാക്കി പൈസ ഉണ്ടാവും. ബാക്കി പൈസ വരണം നിലവിൽ ഈ തന്ന പൈസ അവര് 3 വർഷം കഴിഞ്ഞപ്പോ ഇതിനാണ് എഗ്രിമെന്റ് വേണ്ടി വെച്ചത്. ഇതിനകത്ത് ഞങ്ങൾ പരിശോധിച്ചതിൽ എഗ്രിമെന്റിൽ കാലാവധി ഒന്നും കാണിച്ചിട്ടില്ല. അന്ന് നൈറ്റോ എന്ന് പറഞ്ഞ സെക്രട്ടറി ഉള്ള സമയത്താണ്, അതായത് ഇവർ ഭരണസമിതി കയറിയ സമയത്തുള്ള സെക്രട്ടറിയാണ് എഗ്രിമെന്റിൽ ഒപ്പുവെച്ചത്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോസ്റ്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് പോസ്റ്റ് ബോർഡ്. അവരാണ് ഇതിന്റെ നിർവഹണ ഏജൻസി. സർക്കാരുടെ ഫോട്ടോയിൽ നോക്കി കൊടുത്തു അല്ലെങ്കിൽ രാഷ്ട്രീയ കോപ്പി തരാം. ഇതിൽ എഗ്രിമെന്റിലെ വ്യവസ്ഥ ഇതാണ് ഈ പോസ്റ്റ് ബോർഡ്. ഇതിന് സെന്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ റൂറൽ ഡെവലപ്മെന്റ് പേര്. ഇതാണ് അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്. അവിടെ ഇല്ല, നേരെ സ്ഥലത്താണ്. വിളിക്കാം. ഇതാണ് എഗ്രിമെന്റ്. ജില്ലാ പ്രസിഡന്റ് ഞാനൊരു കാര്യം, ഇപ്പൊ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടം വന്നു കഴിഞ്ഞാൽ പണി നടക്കുന്നുണ്ടോ? അതില് നേരത്തെ വെച്ച നിയന്ത്രണം വന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ പണി തീർച്ചയായും നമുക്ക് നല്ല ഉറപ്പുണ്ടാകും 24 തീർക്കാന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം വന്ന കാരണം പറ്റിയ ഒരു 57 ലക്ഷത്തിന്റെ കണക്കില്ല. 57 ലക്ഷം പ്രോജക്ട് കോസ്റ്റ് ആണ്. 57 കാരണം 2019 അത് ഏത് വകുപ്പിലെ പോയെന്ന് നമുക്കറിയില്ല, നോക്കേണ്ടി വരും. അത് മറ്റേ ഇത് കൊടുക്കണ്ടേ, ഗ്രൗണ്ട് ക്ലിയറൻസ് അങ്ങനെ ആയിരിക്കണം. നമ്മള് ഇത് പോയിട്ടില്ല. ഈ പ്രോജക്റ്റിനല്ല, ഈ ഭരണസമിതിക്ക് മുമ്പുള്ള സംഭവമാണ്. ഈ അടുത്ത മാസം ഇറങ്ങി പോകുമ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ വാക്കിന് എന്താ വിലയുള്ള അല്ല, അങ്ങനെയല്ല. ആ വിലയാണ് ഞാൻ പറഞ്ഞു, ഞാൻ തീർക്കാന്ന് കണക്കൂട്ടിയിരിക്കുന്നത്. നമ്മൾ അതിന് വരുമല്ലോ, അല്ലാതെ എഴുതി തന്നിട്ട് ഇനി അത് ആവശ്യമില്ലല്ലോ. പിടിക്കാനില്ല. ഞങ്ങൾ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ വാക്കിന് നമ്മൾ ഏത് നമ്മളൊരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചിലപ്പോൾ നിങ്ങൾ അയൽവക്കാരായിരിക്കും, സഹോദരങ്ങളായിരിക്കും, അതിനോട് പ്രതികരിക്കുന്ന രീതിക്ക് മാറ്റം ഉണ്ടാക്കണം. 1. 2, താങ്കൾ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഈ ഡിലേ എല്ലാം ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്നപ്പോൾ ഒരിക്കലെങ്കിലും ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി ഗവൺമെന്റിന് സമർപ്പിക്കാൻ നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. പേപ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മള് റെസൊല്യൂഷൻ പാസ്സാക്കി അങ്ങനെയല്ല പോയത്. നമ്മള് പഞ്ചായത്ത് പാസ്സാക്കില്ലല്ലോ പോയത്, കമ്മിറ്റി തീരുമാനം കൊണ്ടുപോയിട്ടുണ്ട്. തീരുമാനം എല്ലാ കമ്മിറ്റിക്കും ഉള്ളതല്ലേ? കമ്മിറ്റി തീരുമാനം പോയിട്ടുണ്ട്, റെസൊല്യൂഷനായിട്ടല്ല പോയിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സംഘടനക്കാരോടും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ അതിന് സഹകരിച്ചു. അല്ല, നമ്മള് ഇതിപ്പോ കിട്ടുന്ന നമ്മൾ തുടക്കം വെച്ചിട്ടിരിക്കണേ. അത് ഇപ്പൊ കിട്ടില്ല എന്നല്ലല്ലോ പറയണേ. ഗവൺമെന്റ് ഇത് ക്ലിയറൻസ്, വാം ക്ലിയറൻസ് 6 മാസം കഴിയുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന കാരണം നമ്മള് ആ ഇതിലേക്ക് പോയത്. പക്ഷെ കിട്ടാതെ വന്നപ്പോഴല്ലേ നമ്മൾ നമ്മുടെ ഫണ്ട് വെച്ചേ.